ഫ്രണ്ട്സ്, കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ആകെ കുഴഞ്ഞിരിക്കുകയാണ്. മഹിമ ഇങ്ങനെ ഗോപാൽജിയുടെ കള്ളപ്പണമൊക്കെ തട്ടിയെടുത്ത് അവൾ കത്തിച്ചതിന് സ്ഥിതിക്ക് അവളോട് നല്ല ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ മഹിമ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് ഗോപാൽജിയും ശാലിനിയും കൂടെ അവളുടെ വണ്ടി തടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് ആയിട്ട് വന്ന് നിർത്തിയിട്ട് അവളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട്, താൻ എന്തിനാണ് നിർത്തിയത്, തന്നെ എനിക്കൊരു പേടിയും ഇല്ല, താൻ എന്ത് കരുതിയിട്ടാണ് എൻ്റെ മുൻപിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശാലിനി പറയുന്നുണ്ട്, നീ എന്താടി വിചാരിച്ചത്, എൻ്റെ അച്ഛനെ നീ എന്ത് മര്യാദയില്ലാതെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ, വാറ്റുകാരൻ ചാരായം വിറ്റ് നടന്നവനെ ഞാൻ പിന്നെ അല്ലാതെ എന്താ വിളിക്കേണ്ടത്, ഇവനെ ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഇടി പറഞ്ഞിട്ട് നമ്മുടെ ഗോപാൽജി കയ്യോ അങ്ങനെ ഊങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഗിരി വന്നിട്ട് തൊട്ടു പോകരുത് അവളെയെന്ന് പറയും. ചുറ്റും അപ്പുറത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടു പോകരുത് അവളെയെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൊട്ടു പോകരുത് അവളെ പറഞ്ഞിട്ട് ഗിരി വരികയാണ് ചെയ്യുന്നത്. അതിന് ശേഷം താൻ എന്ത് വിചാരിച്ചിട്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ അനിയത്തിയാണ് അവൾ, അനിയത്തിന് വേണ്ടി ഞാൻ അത്രയും എനിക്ക് അവൾ വേണ്ടപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അവൾക്കൊരു പുച്ഛഭാവമാണ്. കാരണം ഗോപാൽജിന് എന്താണെങ്കിലും പറയില്ല. കാരണം ഇനി എങ്ങാനും ഒരു സ്നേഹം കൂടിയിട്ട് ഗോപാൽജി ഇവനും കൂട്ടു നിന്നിട്ട് മഹിമനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് മഹിമ വലിയ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗോപാൽജി പറയും, നീ എന്താ അങ്ങനെ പറഞ്ഞത് പറയുമ്പോൾ, ഞാൻ ഗോപാൽജിയുടെ കൂടെ നടന്ന ആളാണ്, എനിക്ക് എങ്ങനെയാണ് എൻ്റെ പെരുമാറ്റം ഗോപാൽജിക്ക് അറിയാൻ പറ്റും, അപ്പോൾ എനിക്ക് ഗോപാൽജിനെ എതിർക്കാനും പറ്റും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പീതാംബരൻ്റെ മോൾ പ്രീതിനെയും വിളിച്ചിട്ട് പറയുകയാണ്, അവനെ കൊടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല, ആരാണിതിന് ചെയ്യാൻ പറ്റുക എന്നൊക്കെ, പെണ്ണ് കേസിൽ തന്നെ കൊടുക്കണം പറയുമ്പോൾ ആരാണിതിലെന്ന് പറയുമ്പോൾ പ്രീതി തന്നെ ചെയ്യണം പറയുമ്പോൾ പീതാംബരൻ ആദ്യം ഒന്ന് എതിർക്കുന്നുണ്ട്. താൻ എന്താ എൻ്റെ മോളെ വെച്ചിട്ട്, അവൾക്ക് ജീവിതമില്ല അങ്ങനെയാണ് പറയുമ്പോൾ ഇതൊക്കെ ഒരു കളിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ഒത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൾക്കൊരു ഇഷ്ടമുണ്ട് ഗിരിനോട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ വീട്ടിലേക്ക് വരുന്നതാണ്. അതിന് മുൻപ് തന്നെ ഗിരി മഞ്ജുവായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ മഹിമനെ ഇങ്ങനെ തല്ലാൻ വേണ്ടി നിന്നപ്പോൾ ഞാനാണ് തടുത്തത് പറയുമ്പോൾ മഞ്ജുവിന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഗോപാൽജിനെ അങ്ങനെ ചെയ്യുമെന്ന് മഞ്ജുവിന് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെ നീ എന്താ അങ്ങനെ നിൽക്കുന്നത് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ മഹിമ അങ്ങനെ തെറ്റിദ്ധരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, മഹിമ എങ്ങനെ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലെല്ലാം വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പോലീസുകാർ വരുന്നുണ്ട്. എന്താണെന്ന് ഭാനുമതി അമ്മ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്, ഒരു പെണ്ണ് കേസിൽ നിങ്ങളുടെ മോൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. പെണ്ണ് കേസിലോ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പം ഗിരിനെ പോലീസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതിന് മുൻപ് നമ്മുടെ മഹിമയാണെങ്കിൽ പീതാംബരനും പ്രീതിയും കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്കുന്നുണ്ട്, വിസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിതുവഴി കോളേജിലേക്ക് വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നു എന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹിമ പറയണം. മഹിമ അവരെ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്, പീതാംബരനെയും നമ്മുടെ പ്രീതിനെയും. അപ്പോൾ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് എത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.